हेलो यूएस मेरा प्रिय दर्शकों എൻ നൻപറുകളെ മേരാ സാത്തിയോ നമുക്കിന്നും വീണ്ടും ഞാൻ പ്രപ്പോസ് ചെയ്തു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് സ്പീക്കിംഗ്. ഓക്കെ, ഇറ്റ്സ് ഫോൺ ഈസ് ഫാളൻ. എനിവേ, ഇപ്പോൾ നമുക്ക് തുടരാം. ഞാൻ പറഞ്ഞ ബൈ വരെ പറഞ്ഞു നിർത്തി. ബൈ ഇസ് ഫോർ ട്രാവലിംഗ്, യൂസ് ടു ഷോ ട്രാവലിംഗ്. പിന്നെ മറ്റുള്ള ഭാഗത്ത് ഉപയോഗമുണ്ട്. എനിവേ, ഞാൻ അടുത്ത് വരുന്ന ഫ്രം ടു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫ്രം ആൻഡ് ടു എന്നാൽ അവിടേക്ക്, അവിടെ നിന്നും അല്ലെങ്കിൽ അതിലേക്ക് എന്ന അർത്ഥത്തിലാണ് ഫ്രം. അവിടെ നിന്ന് അല്ലെങ്കിൽ അതിലേക്ക്. ഇതർസെ ഇതർസെ ആ രീതിയിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ പറയാം ഹീസ് ഗോയിങ് ടു സ്കൂൾ പറയും നമ്മൾ. ഹീസ് കമ്മിങ് ഫ്രം സ്കൂൾ. സ്കൂളിലേക്ക് പോകുന്നു, സ്കൂളിൽ നിന്ന് വരുന്നു. അപ്പോൾ അവിടേക്ക് ഇവിടേക്ക് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അല്ലാത്ത അർത്ഥത്തിൽ ഉപയോഗിക്കും. എനിവേ, ഇപ്പോൾ ഫ്രം ആൻഡ് ടു അല്ലേ. ഇനി അടുത്ത് പറഞ്ഞാണ് ഓഫ്. ഓഫ് നമുക്ക് പറയാൻ പറ്റില്ല. ആണ്, ണ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഷീ ഈസ് ഫോണ്ട് ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ അവൾക്ക് മ്യൂസിക്, സംഗീതം ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇഷ്ടമാകുന്നു. ഈ അർത്ഥത്തിലാണ് ഉപയോഗിക്കുക ഓഫ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പറഞ്ഞു ഫ്രം ടു ദെൻ ഓഫ് അല്ലേ. അതുപോലെ പിന്നെ വരുന്നതാണ് ഫോർ, വേണ്ടി എന്നർത്ഥത്തിലാണ്. ഹീ ഈസ് വർക്കിംഗ് ഫോർ ഹിസ് ഫാമിലി. അവൻ അവൻ്റെ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു. ഓ വാല കാം കർത്ത ഹെ കിസ്കെ ലിയെ, ഉൻകോ ഫാമിലി കെ ലിയെ. ഓക്കെ അങ്ങനെ പറയുന്നു നമ്മൾ. അപ്പോൾ അങ്ങനെ ഒരുപാട്. ഇനിയിപ്പോൾ ഫോറ് പറഞ്ഞു. അപ്പോൾ ഞാൻ കൂടുതലെടുത്തത് കുറച്ച് വീഡിയോ തരണത്. എനിവേ, യു ഷുഡ് ഹാവ് ടു വാച്ച് മൈ ചാനൽസ് ഇൻ യൂട്യൂബ്. മൈ ലിങ്ക് Step Up with English Prakash T. K. Menon. Subscribe and share. Then Facebook Step Up with English 108 Xuniad. Following and share. Then Instagram Prakash T. K. 7 Prakash T. K. 7. Okay. Then see you in my next video. Okay. Then see you.